ഹായ് ഓൾ, ജൂൺ 30 നടക്കാൻ പോകുന്ന ഇലക്ട്രിക്കൽ കേരള PSC എക്സാമുകൾക്ക് വേണ്ടിയുള്ള GM അക്കാദമിയുടെ ക്രാഷ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ക്രാഷ് കോഴ്സിൽ നമ്മൾ സിലബസിൽ പറയുന്ന എല്ലാ ടോപ്പിക്കുകളുടെയും റെക്കോർഡഡ് വീഡിയോസും കൂടാതെ സിലബസിൽ ഒരു നോട്ടായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റുകളിൽ നിന്നും നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എക്സ്ട്രാ ടോപ്പിക്കുകളിൽ നിന്നും ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സിൽ സിലബസിലെ ടോപ്പിക്കുകൾ കൂടാതെ എക്സ്ട്രാ ടോപ്പിക്കുകൾ കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റുകളും ബേസ് ചെയ്തുകൊണ്ടുള്ള മോക്ക് ടെസ്റ്റുകളും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ കളക്റ്റീവ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഇത്രയും റെക്കോർഡഡ് വീഡിയോസ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ എങ്ങനെ നമുക്കത് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണം, അതിന് നമുക്ക് വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാൻ വേണം. അത് നമ്മൾ എവിടെ പഠിച്ചാലും, തന്നെ പഠിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെൻറ്ററിൻ്റെ അണ്ടറിൽ പഠിക്കുകയാണെങ്കിലും വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് വേണം. അപ്പോൾ എങ്ങനെ ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരു 90 ഡേയ്സിനുള്ളിൽ നമുക്ക് എങ്ങനെ നമ്മുടെ സിലബസ് കവർ ചെയ്യാം, എങ്ങനെ നമ്പർ ഓഫ് ടൈംസ് റിവൈസ് ചെയ്യാം, ഇതിനെ പറ്റിയുള്ളൊരു സ്റ്റഡി പ്ലാനാണ് നമ്മളിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓരോ മൊഡ്യൂൾ വൈസ് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രിക്കലിൻ്റെ കൂടെ തന്നെ സർക്യൂട്ട്സും AC ഫണ്ടമെൻ്റൽസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് സിലബസ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സസിൻ്റെ നമ്പർ ഓഫ് പാർട്ടുകൾ അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സുകളിൽ നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെ അണ്ടറിലും എത്ര പാർട്ടുകളാണ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബേസിലാണ് നമ്മളിവിടെ ഈ ഒരു ചാർട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാർച്ച് 30 പഠിക്കാൻ തുടങ്ങുന്ന ഒരാൾക്ക് ഏകദേശം ഒരു ദിവസം 3 മണിക്കൂർ വീതം പഠിച്ചു തുടങ്ങിയാൽ അല്ലെങ്കിൽ 3 മണിക്കൂർ പഠിക്കുവാനായിട്ട് മാറ്റിവെച്ചാൽ എങ്ങനെ നമുക്ക് നമ്മുടെ റെക്കോർഡഡ് വീഡിയോസ് എല്ലാം തന്നെ കണ്ടു തീർക്കാം, അതേപോലെ തന്നെ റിവൈസ് ചെയ്യാം. അപ്പോൾ മാർച്ച് 30 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ ബേസിക് സബ്ജക്റ്റുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. അതായത് മൊഡ്യൂൾ 1 ബേസിക് ഇലക്ട്രിക്കൽ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന 4 പാർട്ടുകൾ കവർ ചെയ്യാനായിട്ടാണ് നമ്മൾ മാർച്ച് 30 സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ അത്രയും ടോപ്പിക്കുകളിൽ നിന്നുള്ളൊരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അന്ന് എനേബിൾ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി മാർച്ച് 31 ബേസിക് ഇലക്ട്രിക്കലിൻ്റെ ബാക്കി വരുന്ന 3 ടോപ്പിക്കുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക് പഠിക്കാനുള്ള ഒരു വീഡിയോസും. അപ്പോൾ ടോട്ടൽ ഒരു 3 മുതൽ 3.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ദിവസം പഠിക്കാനുള്ള രീതിയിലാണ് ഇവിടെ നമ്മൾ പാർട്ടുകളെല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ പറയുന്ന ഏപ്രിൽ 4 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആക്കുകയാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ബേസിക് ഇലക്ട്രിക്കൽ കവർ ചെയ്യും, സർക്യൂട്ട്സ് കവർ ചെയ്യും, AC ഫണ്ടമെൻ്റൽസ് കവർ ചെയ്യും. AC ഫണ്ടമെൻ്റൽസിൻ്റെ 7th പാർട്ട് പഠിക്കുവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഏപ്രിൽ 4 സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി വരുന്ന സമയം നമുക്ക് മൊഡ്യൂൾ 1 ഫുൾ ഒന്ന് റിവൈസ് ചെയ്യാനുള്ള ഒരു ടൈമും കിട്ടുന്നുണ്ട്. ശേഷം മൊഡ്യൂൾ 1 നിന്നുള്ള ഒരു കംപ്ലീറ്റ് റിവിഷൻ ടെസ്റ്റ് നമ്മൾ മോക്ക് ടെസ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 5 മുതൽ ഏപ്രിൽ 7 വരെയുള്ള 3 ദിവസങ്ങളിലായിരിക്കും. സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഇലക്ട്രോസ്റ്റാറ്റിക്സും അതുപോലെ തന്നെ മാഗ്നറ്റിസവും. ഈ 2 സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്കുകളാണ് സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏപ്രിൽ 7 ലാസ്റ്റ് ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തതിന് ശേഷം കിട്ടുന്ന എക്സ്ട്രാ ടൈമിൽ നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാനുള്ള ടൈമും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫുൾ സബ്ജക്റ്റിൽ നിന്നുള്ള അതായത് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നുള്ള മോക്ക് ടെസ്റ്റ് റിവിഷൻ ടെസ്റ്റും ഈ പറയുന്ന ഏപ്രിൽ 7 എനേബിൾ ചെയ്തിട്ടുണ്ടാവും. തേർഡ് മൊഡ്യൂൾ പഠിക്കുവാനായിട്ട് നമ്മൾ ഏപ്രിൽ 8 മുതൽ ഏപ്രിൽ 16 വരെയുള്ള ദിവസങ്ങളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മെഷീൻസിന് വേണ്ടിയായിരിക്കും. അപ്പോൾ മെഷീൻസ് എന്ന് പറയുമ്പോൾ DC മെഷീനും AC മെഷീൻസും ഉണ്ടാവും. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് എക്സാമുകളുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെക്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു സബ്ജക്റ്റാണ് മെഷീൻസ്. മെഷീൻസ് നമുക്ക് DC മെഷീനും AC മെഷീനും എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ സ്റ്റഡി പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഏപ്രിൽ 8 നമ്മൾ DC മെഷീൻ്റെ 3 പാർട്ടുകളും അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റുമാണ് കവർ ചെയ്യുന്നത്. അതിനുശേഷം ഏകദേശം ഏപ്രിൽ 11 ആകുമ്പോഴേക്കും നമ്മൾ AC മെഷീൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബാക്കി ഏപ്രിൽ 15 വരെ
AC മെഷീൻസും ഏപ്രിൽ 16-ാം തീയതി ഫുൾ മൊഡ്യൂൾ 3 റിവൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ദിവസം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് മൊത്തമുള്ള ഒരു റിവിഷൻ ടെസ്റ്റ് നമുക്ക് ഏപ്രിൽ 16-ാം തീയതി ഉണ്ടായിരിക്കുന്നതാണ്. 4th മൊഡ്യൂൾ പഠിക്കുവാനായിട്ട് നമ്മൾ ഏപ്രിൽ 17-ാം തീയതി മുതൽ 24-ാം തീയതി വരെയുള്ള ടൈമുകളാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റുകൾ മൈക്രോ പ്രോസസ്സറും ഡിജിറ്റൽ ഇലക്ട്രോണിക്സും ആയിരിക്കും. ഡിജിറ്റൽ ഇലക്ട്രോണിക്സും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അത്യാവശ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. ഇതിൽ ഏപ്രിൽ 24-ാം തീയതി ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ലാസ്റ്റ് 2 പാർട്ടുകൾ നമ്മൾ പഠിച്ചതിന് ശേഷം വരുന്ന ടൈമിൽ നമ്മൾ ആ ഒരു മൊഡ്യൂൾ ഫുൾ റിവൈസ് ചെയ്യാനുള്ളൊരു ടൈമും സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മോക്ക് ടെസ്റ്റ് നമ്മൾ മൊഡ്യൂൾ 4-ൽ നിന്നുള്ള മോക്ക് ടെസ്റ്റ് നമുക്ക് ഏപ്രിൽ 24-ാം തീയതി ആയിരിക്കും ഉണ്ടാവുക. മൊഡ്യൂൾ 5-ൽ നമുക്ക് പഠിക്കാനുള്ളത് പവർ സിസ്റ്റമാണ്. പവർ സിസ്റ്റം ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് തന്നെയാണ് മെഷീൻസ് പോലെ തന്നെ. ഏപ്രിൽ 25-ാം തീയതി മുതൽ മെയ് 1-ാം തീയതി വരെ ആയിരിക്കും നമ്മൾ പവർ സിസ്റ്റം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പവർ സിസ്റ്റത്തിൽ തന്നെ വരുന്ന എല്ലാ ടോപ്പിക്കുകളും ഏകദേശം 27 പാർട്ടുകളായിരിക്കും ഉണ്ടാവുക. അതിൽ ലാസ്റ്റ് മെയ് 1-ാം തീയതി നമ്മൾ സബ്ജക്റ്റിൻ്റെ മൊഡ്യൂൾ 5-ൻ്റെ കംപ്ലീറ്റ് റിവിഷൻ ആയിരിക്കും. അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റും അന്ന് തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ്. 6th മൊഡ്യൂൾ പഠിക്കാനായിട്ട് മെയ് 2-ാം തീയതി മുതൽ മെയ് 6-ാം തീയതി വരെയുള്ള ഒരു പ്ലാനാണ്. 6th മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോൾ സിസ്റ്റമാണ്. അതിൽ മെയ് 6-ാം തീയതി നമ്മൾ റിവിഷൻ ടെസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ തന്നെ നമുക്ക് എക്സ്ട്രാ ടൈമുകൾ കിട്ടുമ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. മെഷീൻസും പവർ സിസ്റ്റം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. മൊഡ്യൂൾ 7-ൽ നമ്മൾ പഠിക്കേണ്ട ഇലക്ട്രോണിക്സ് ടോപ്പിക്കുകളാണ് ബേസിക് ഇലക്ട്രോണിക്സും അതുപോലെ തന്നെ പവർ ഇലക്ട്രോണിക്സും. മെയ് 7-ന് സ്റ്റാർട്ട് ചെയ്താൽ മെയ് 17th വരെയാണ് നമ്മൾ സ്റ്റഡി പ്ലാനിൽ ഈ മൊഡ്യൂൾ 7 പഠിക്കാനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ മെയ് 17ന് മൊഡ്യൂൾ 7-ൻ്റെ കംപ്ലീറ്റ് റിവിഷൻ ആയിരിക്കും. അന്ന് തന്നെ അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. മെയ് 18ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മൊഡ്യൂൾ 8 ആയിരിക്കും. മെയ് 21 വരെ ഉണ്ടാവും. മെയ് 21ന് ഈ മൊഡ്യൂൾ 8-ൻ്റെ കംപ്ലീറ്റ് റിവിഷൻ ആണ്. മൊഡ്യൂൾ 8-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് മെഷർമെൻറ്റ്സ് ആയിരിക്കും. അതായത് ഇലക്ട്രോണിക്സ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമ്മൾ ഇതിനകത്ത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരിക്കും നമ്മൾ മൊഡ്യൂൾ 8-ൽ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ്. മെയ് 22 മുതൽ മെയ് 24 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുന്നത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ആയിരിക്കും. മൊഡ്യൂൾ 9 ആണ്. അതിൽ മെയ് 24ൽ നമ്മൾ മൊഡ്യൂൾ 9-ൻ്റെ കംപ്ലീറ്റ് റിവിഷനും അതുപോലെ അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റും ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 10th മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്കുകൾ നമ്പർ ഓഫ് സബ്ജക്റ്റ് ക്ലബ് ചെയ്തുകൊണ്ടാണ് അവർ 10th മൊഡ്യൂൾ തന്നിട്ടുള്ളത്. അവിടെ നമ്മൾ മെയ് 25ന് സെൽസ് ആൻഡ് ബാറ്ററീസിൻ്റെ ടോപ്പിക്കും മെയ് 26ന് ഇല്യൂമിനേഷൻ്റെ ടോപ്പിക്കും അതുപോലെ മെയ് 27 മുതലുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇലക്ട്രിക്കൽ ഡിസൈൻ, അതായത് നമുക്ക് വയറിംഗ് പഠിക്കാനുണ്ട്, എർത്തിങ് പഠിക്കാനുണ്ട്. ഇതൊക്കെ വരുന്നത് ഒരു ഡിസൈനിങ് പോയിന്റ് ഓഫ് വ്യൂവിലാണ്. സോ നമ്മൾ ആ ഒരു സബ്ജക്റ്റ് ആയിരിക്കും മെയ് 27നും 28നും പഠിക്കുന്നത്. പിന്നെ 29ന് നമ്മൾ ഈ പറയുന്ന മൊഡ്യൂൾ 10-ൻ്റെ കംപ്ലീറ്റ് റിവിഷൻ ആയിരിക്കും. അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റും ഈ പറയുന്ന മെയ് 29ന് ഉണ്ടാവുന്നതാണ്. നമ്മൾ എക്സ്ട്രാ ടോപ്പിക്കുകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് മെയ് 13 മുതൽ ജൂൺ 7 വരെയുള്ള ദിവസങ്ങളാണ്. അപ്പോൾ എക്സ്ട്രാ ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ പവർ, അതായത് UEP. നമ്മൾ സിലബസിൽ ഇലക്ട്രിക്കൽ വെൽഡിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങിനെ പറ്റിയോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ടോപ്പിക്കുകളാണ്. അതുകൊണ്ട് തന്നെ അത് പഠിക്കുവാനായിട്ട് നമ്മൾ കുറച്ച് ദിവസം സെറ്റ് ചെയ്തിട്ടുണ്ട്. പവർ സിസ്റ്റത്തിൻ്റെ തന്നെ അണ്ടറിൽ വരുന്ന സ്വിച്ച് ഗിയർ ആൻഡ് പ്രൊട്ടക്ഷൻ, അതായത് SGP പോലുള്ള സബ്ജക്റ്റ് പഠിക്കുവാനായിട്ട് നമ്മൾ ദിവസം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ വരുന്ന നമ്മുടെ എക്സ്ട്രാ ടോപ്പിക്കുകൾക്കെല്ലാം വേണ്ടി നമ്മൾ റിസർവേഷനോട് കൂടി അല്ലെങ്കിൽ റിസർവ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ദിവസങ്ങളാണ് മെയ് 30 മുതൽ ജൂൺ 7 വരെയുള്ള ദിവസങ്ങൾ. ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഓരോ മോക്ക് ടെസ്റ്റ് വീതവും നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ടാവും. ജൂൺ 8 മുതൽ ജൂൺ 29 വരെയുള്ള ദിവസങ്ങൾ കൂടുതൽ എക്സ്ട്രാ ടോപ്പിക്കുകളിലോട്ട് പോകാതെ നമ്മൾ അതുവരെ പഠിച്ച എല്ലാ ടോപ്പിക്കുകളും നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകളും ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റുകളും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് കൂടുതൽ പ്രിഫറൻസ് ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് കൊടുക്കുക. അപ്പോൾ കൂടുതൽ ദിവസം ഉപയോഗിച്ച് ഈ ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റുകൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
ഈസി ആയിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് വളരെ കുറച്ച് ദിവസം മാത്രം റിവിഷന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുക. ഇതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വിട്ടുപോയ ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ അത് പഠിക്കുവാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഒരു ലെവൽ നമുക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഇത്രയും ദിവസം കൊണ്ട് നമ്മൾ എല്ലാ സബ്ജക്റ്റുകളും തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിവിഷൻ ഓരോ സബ്ജക്റ്റ് തീരുന്നതോടൊപ്പം തന്നെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു ലെവൽ അറിയാൻ പറ്റും. നമ്മുടെ വീക്ക് ഏരിയാസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ വീക്ക് ഏരിയാസ് കൂടുതൽ ശ്രദ്ധിക്കുവാനായിട്ട് നമുക്ക് ഈ റിവിഷൻ ടൈമുകൾ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഇവിടെ തന്നിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനിൽ ഓരോ മൊഡ്യൂളുകൾക്കും നമ്മൾ 2 ദിവസം വീതമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റും ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റും അനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ കമ്പൽസറി ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ ജൂൺ 30 നടക്കുന്ന എല്ലാ എക്സാമുകൾക്കും വേണ്ടിയുള്ള റെക്കോർഡഡ് വീഡിയോസും അതിനകത്ത് വരുന്ന എക്സ്ട്രാ ടോപ്പിക്കുകളുടെ റെക്കോർഡഡ് വീഡിയോസും PDF നോട്ടുകളും അതുപോലെ നമുക്ക് മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ മോക്ക് ടെസ്റ്റുകളെല്ലാം തന്നെ GM അക്കാദമിയുടെ ക്രാഷ് കോഴ്സിൽ അവൈലബിൾ ആയിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.